MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് തുടരുന്നുണ്ട്. അനീഷ്, എന്താണ് നിലവിലെ സ്ഥിതി? കുറോളം സമയം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും തീ പൂർണ്ണമായും അണച്ചിട്ടില്ലെങ്കിലും ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്. ഇനി മധ്യഭാഗത്തുള്ള ഏരിയയിലാണ് ഇപ്പോൾ തീയുള്ളത്. മറ്റ് വശങ്ങളിലെ തീയെല്ലാം അണച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു അരമണിക്കൂറിനുള്ളിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് നേരത്തെ അധികൃതർ നമ്മളോട് പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. അനീഷ് ഉണ്ട്. അനീഷ്, ഇനിയൊരു ആശങ്കയ്ക്ക് സാഹചര്യമില്ല എന്നൊരവസ്ഥയായോ? ഏതാണ്ടൊരു നിയന്ത്രണ വിധേയമായി എന്ന രീതിയിലേക്ക് പറയാം. പക്ഷേ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് പറയാനും കഴിയില്ല. കാരണം നമ്മളിപ്പോൾ കാണുന്നത് ദൃശ്യങ്ങളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഭഗീരഥ പ്രയത്നം നടത്തുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തുള്ള മൂടി പൂർണ്ണമായി നീക്കുക. അതിന്റെ ഒരു താൽക്കാലികമായി നിർമ്മിച്ച പാളികൾ കൊണ്ട് നിർമ്മിച്ച ഒരു മറയുണ്ടായിരുന്നു. ആ മറ പൂർണ്ണമായും തകർത്താൽ മാത്രമേ വെള്ളം പമ്പ് ചെയ്ത് പൂർണ്ണമായും ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ തീ പിടിക്കുന്ന അനീഷ്, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുസാഫർ, ഏതാണ്ട് ഒരു നിയന്ത്രണ വിധേയമായി എന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഇത്രയും ഭീകരമായൊരു സാഹചര്യത്തിലേക്ക് പോയത് വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് കോഴിക്കോട് പോലൊരു സ്ഥലത്ത്. തീർച്ചയായും ഇപ്പോ നിയന്ത്രണാതീതമായി എന്ന നിലയിലാണ് ഇപ്പോ നമ്മുടെ എല്ലാം ബോധ്യമുള്ളത്. 3 മണിക്കൂറധികമായി തീപിടുത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ബ്ലോക്കില് ഇപ്പൊ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവിടെ തന്നെ തടഞ്ഞു നിർത്താനോ നിയന്ത്രണത്തിന് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നല്ലൊരു നല്ല നിലയിൽ തന്നെ അഗ്നിശമന സേനാ സംവിധാനവും മറ്റ് എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഒരു ഘട്ടം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആദ്യഘട്ടത്തിൽ ഇപ്പം അല്പം മുൻപ് അവിടെ സംസാരിച്ചവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ അങ്ങോട്ടേക്ക് എത്തിയ ഫയർ എഞ്ചിനുകളുടെ എണ്ണത്തെക്കുറിച്ചുമൊക്കെ ഒരു ആക്ഷേപമൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ കോഴിക്കോട് നമുക്ക് അറിയാവുന്നതാണ്, മിഠായി തെരുവിലെ എത്രയോ തവണ നമുക്ക് അപകടങ്ങൾ ഉണ്ടായപ്പോൾ അനുഭവങ്ങളുണ്ട്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഉണ്ടാവാം എന്ന രീതിയിലുള്ള ഒരു പ്രിപ്പയർഡ്നെസ് നമ്മുടെ ഭാഗത്തുണ്ടായില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു അപകടം ഉണ്ടാകുമ്പോഴേക്കും അതിന്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അസ്വാഭാവികമായ പ്രതികരണങ്ങൾ നടത്തുന്നതന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് സ്വാഭാവികമായും തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഫയർ എഞ്ചിന് കൂടുതൽ യൂണിറ്റുകൾ വേണോ, കൂടുതൽ രക്ഷാപ്രവർത്തനം വേണോ എന്നൊക്കെ ആ ഇൻസിഡന്റ് നടന്ന സ്ഥലത്തെത്തി പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഫയർ എഞ്ചിൻ എത്താൻ അല്പ നിമിഷം വൈകിയെന്നോ അതൊക്കെ സ്വാഭാവികമായും എല്ലാ ഇതുപോലുള്ള ഘട്ടങ്ങളിലും ആശങ്കയോടെ സാധാരണ പറയാറുണ്ട്. നമ്മളിപ്പോ അത് തർക്കിക്കേണ്ടതോ അത് പരിശോധിക്കേണ്ട, പക്ഷേ നമുക്ക് നാളത്തേക്ക് ഒരു പാഠമാവണമല്ലോ. തീർച്ചയായും ഇപ്പോൾ തന്നെ അഗ്നിശമന സംവിധാനത്തിന്റെ എല്ലാ യൂണിറ്റുകളും വന്നു, മറ്റെല്ലാ സംവിധാനവും വന്നു. പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുന്നു. പക്ഷേ അപകടാവസ്ഥയുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് മാത്രമല്ലേ യൂണിറ്റുകൾ കൂടുതൽ വരികയും മറ്റു ജില്ലകളിലും വരികയും ഒക്കെ ആ സ്ഥലത്തെത്തി പരിശോധിച്ച് വേണമല്ലോ ഈ കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ. അതിന് എല്ലാ തരത്തിലും ഉദ്യോഗസ്ഥ സംവിധാനവും പോലീസ് മേധാവികളും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും നഗരസഭയുടെയും MLA-മാരും മന്ത്രിയും ഒക്കെ ഈ കാര്യങ്ങളിൽ എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും വ്യാപാര സംഘടനകളും നാട്ടുകാരും ഒക്കെ ഒന്നിച്ചുകൊണ്ട് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറവുകളെ നമുക്ക് പിന്നീട് എന്തെങ്കിലും പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൽ അനൗചിത്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാണ്. പക്ഷേ ഇനി അറിയേണ്ട ഒരു കാര്യം, ഇപ്പോ ഈ ഇത്രയും യൂണിറ്റ് അവിടെ എത്തിയിട്ടും അവർക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ബോർഡുകൾ. ഇപ്പോൾ ഞാൻ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പോലും ഒരു ബോർഡ് ഇളക്കി മാറ്റി അകത്തേക്ക് വെള്ളം കയറ്റാനുള്ള ശ്രമമാണ്. ഇതൊക്കെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡാണ്. നിങ്ങളൊക്കെ എല്ലാ ദിവസവും അതിന്റെ പരിസരത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരാണ്. അപ്പോൾ ഇത് അക്കാര്യത്തിലെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധക്കുറവുണ്ടായി എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? അല്ല, അങ്ങനെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട പോരായ്മകളൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ തീപിടുത്തം ഞാൻ ഈ മണിക്കൂർ കണക്കിന് ഈ സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടെ ഈ സംഭവ സ്ഥലത്തേക്ക് ഇത്രയധികം തീ ആടിപ്പടർന്ന് കിടക്കുമ്പോൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം
ചില അവരുടെ രീതികൾക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ മാത്രമാണ് തോന്നുന്നില്ല. പ്രത്യേകമായി തീ അണയുകയും വീണ്ടും തീ ആളിപ്പടരുകയും ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ അകത്ത് ഉള്ളത്. അതിന്റെ അകത്തേക്ക് ഇനി ഓപ്പൺ സ്പേസ് ആണെങ്കിൽ പോലും കടന്നു വരാനുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയല്ല ഇവിടെ വന്ന് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അങ്ങനെ ഉള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഫയർഫോഴ്സിന് ഉടനെ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ അത് പരിശോധിക്കേണ്ടതാണ്. എന്തൊക്കെ മറ്റു തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായതുകൊണ്ട് പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല നിലയിൽ തന്നെ ഫയർഫോഴ്സ് എല്ലാ നിലയിലും ഇക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയറാണ് നമ്മളോട് സംസാരിച്ചത്. ഈ സമയത്ത് തീ ഏതായാലും ഏറെക്കുറെ നിയന്ത്രണ വിധേയമാകുന്നു എന്നത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും ഇത്രയും വലിയ രീതിയിലേക്ക് തീ പടർന്നു പിടിച്ചതിൽ ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായി മനസ്സിലാക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. കേരള ഫയർ സർവീസ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ ഷജിൽ കുമാർ നമ്മളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷജിൽ കുമാർ, കോഴിക്കോടിൻ്റെ ഈ കച്ചവട മേഖലയിലുള്ളൊരു പ്രത്യേകതയുണ്ട്. ചെറിയ ചെറിയ കടകളായിരിക്കും. ഒരിടത്തൊരു സ്പാർക്ക് ഉണ്ടായാൽ പോലും അത് കത്തിപ്പടരാൻ അത്ര കുറച്ച് സമയം മതി. എത്രമാത്രം ശ്രമകരമായിരുന്നു ഈ ഒരു ദൗത്യം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സംബന്ധിച്ച്? സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ശ്രമകരമായ ജോലി തന്നെയാണ് നമുക്ക് ഉണ്ടാവാറ്. പക്ഷെ എന്തായാലും വലിയ തോതിൽ നമ്മുടെ ആളുകൾ നമ്മളെ 18ഓളം യൂണിറ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വലിയ തോതിലുള്ള ഫയറാണ് ഉണ്ടായത്. നമുക്കറിയാം, പോളിസ്റ്റർ തുണി ഉൾപ്പെടെയുള്ള തുണികളുടെ ഹോൾസെയിൽ ഷോപ്പ് ഉൾപ്പെടെ വരുന്ന ഒരു മേഖലയാണത്. അവിടെ നല്ല രീതിയിൽ തുണികൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിന്റെ കാരണമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും എന്തായാലും ഇത് സംഭവിച്ചു. നമുക്കത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ അവിടെ കുറച്ച് ഒരു മധ്യഭാഗത്ത് കുറച്ചൊരു കൂടെയാണ് ഇനി അണയ്ക്കാനുള്ളത്. അപ്പൊ അതിന്റെ ശ്രമത്തിലാണ് നമ്മുടെ ജീവനക്കാർ എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിട്ടും കുറച്ചു നേരത്തേക്ക് ഒരു ബുദ്ധിമുട്ട്, ഈ എല്ലാ കടകളും വലിയ ബോർഡുകളൊക്കെ വെച്ച് അവരുടെ പരസ്യങ്ങളൊക്കെ കാരണം മറച്ചു വെച്ച് ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ബോർഡുകൾ ഇളക്കി മാറ്റാനുള്ള ഒരു ശ്രമം, അകത്തേക്ക് വെള്ളം എത്തിക്കുന്നതിലൊക്കെ വലിയ വെല്ലുവിളി നേരിട്ടു എന്ന് തോന്നുന്നു. അതെ, സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവും. എന്തായാലും നഗരമധ്യത്തിലുള്ളൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പൊ എന്തായാലും അവിടെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ ജീവനക്കാർ അവിടെ പറ്റാവുന്ന വഴികളിലൂടെ എല്ലാം ഉള്ളിലെത്തി നേരിട്ട് തന്നെ അത് ഫയർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മളെ മൊത്തം ആളുകളും ഉള്ളിൽ കയറാൻ സാധിക്കാതെ ഒന്നും നിന്നതല്ല. കുറച്ച് പേര് ഉള്ളിലെത്തി. ബാക്കി വന്ന ആളുകൾ അതിന് കുറച്ചും കൂടി ഒരു സൗകര്യപ്രദമായിട്ട് എത്രയും പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി അതിന്റെ ബോർഡ് എല്ലാം നീക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റേ സൈഡിൽ കൂടെ നമ്മളെ ആളുകളെല്ലാം അകത്ത് പോയി തന്നെ നേരിട്ട് ഫയർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മോണിറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ അവിടുന്ന് അതൊന്നും സാധ്യമല്ല. മോണിറ്റർ വെച്ചിട്ട് ഫയർ അറ്റൻഡ് ചെയ്യുമ്പോൾ വെള്ളം അടിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അത് സ്പോട്ടിലേക്ക് എത്തില്ല. അപ്പൊ അത് ബ്രാഞ്ചുമായിട്ട് തന്നെ ഉള്ളിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറണം. അത് നമ്മുടെ ജീവനക്കാർ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സമയത്തിനുള്ളിൽ അത് തീ കെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചത്.